ഹാപ്പിയാണോ? എത്ര പേര് ഹാപ്പിയാണ്? ആണ്. കാപ്പി കുടിച്ചോ നല്ല ചോദിച്ചാൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു. സോ സ്പിരിച്വൽ വാർഫെയർ ഇസ് ഇൻട്രസ്റ്റിംഗ്. ആത്മീക യുദ്ധം എന്ന് പറയുന്ന വിഷയം വളരെ നമ്മെ എൻകറേജ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ ദിവസങ്ങൾ ഇത് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്ന വലിയ കാര്യമാണ്. കാരണം ഈ മെസ്സേജുകൾ തുടർമാനമായിട്ട് കേൾക്കുമ്പം നമ്മളൊരു വലിയൊരു ആത്മമണ്ഡലത്തിലേക്ക് കുടുംബങ്ങൾ, വ്യക്തികൾ, വിശ്വസിക്കുന്നവർ പ്രവേശിപ്പാനിടയാകും. അത് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തതും ദൈവം നമ്മെ എത്തിക്കുന്നതുമായ ഒരാത്മമണ്ഡലമാണ്. ആ ആത്മമണ്ഡലത്തിൽ ഒത്തിരി വിടുതലുകൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ കരസ്ഥമാക്കിയിട്ട് ഇവിടുന്ന് പോകാവുള്ളൂ. ഹല്ലേലൂയ. ഏതാണ്ട് ഈ 22-23 സെഷനുകൾ തുടർമാനമായിട്ട് പുറകിലുള്ളവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നാം. ആ ബോക്സിൻ്റെ അല്പം കൂടെ ശബ്ദം കൂട്ടിയാൽ പുറകിൽ കേൾക്കാമോ? തന്നെ ഞാൻ പറയുന്നത് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. 23-22 സെഷനായിട്ട് ഇവിടെ ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളത്. മുഴുവൻ ഈ ലേഖനങ്ങളിൽ നിന്നുള്ള ടീച്ചിങ് ആകിയാൽ, ലേഖനങ്ങളിൽ നിന്നുള്ള പഠിപ്പീരുകളാകിയാൽ കൂടുതൽ നിങ്ങളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏറെ ബലം തരികയും ആശ്വാസപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ നീതിയുടെ കവചം എന്നതിൻ്റെ ഒരു അനദർ ഡയമെൻഷനാണ്. ഈ നീതിയുടെ കവചം എന്ന വിഷയം മാത്രം ഒന്ന് നമ്മൾ കേൾക്കാനായിട്ട് സമയം വേർതിരിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഏതാണ്ട് 14 മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാണ്ട് 13 മണിക്കൂറുകൾ നമ്മൾ കേട്ടാലേ ഏകദേശം നമുക്ക് മനസ്സിലാകുകയുള്ളൂ നീതി എന്ന കവചം എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന്. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. കർത്താവ് ഒരു വിശുദ്ധനെ പൊതിയാനായിട്ട്, അവനെ മറയ്ക്കാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധ വർഗം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണോ, അടുത്ത പദത്തിൽ പറഞ്ഞിരിക്കും ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുക. പിശാചിൻ്റെ തന്ത്രത്തോട് ആർക്കെതിർത്ത് നിൽക്കണമെങ്കിലും, സാത്താനെ ആരെ തോൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നോ ആ വ്യക്തി ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചേ പറ്റുകയുള്ളൂ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട്, നിങ്ങൾ പോർക്കളത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ സർവായുധ വർഗം ധരിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. ആയുധമില്ലാതെ ശത്രുവിനെ പരാജയപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. ആ ഒരു തിരിച്ചറിവാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. ഇപ്പോഴും പ്രേരിപ്പിക്കുന്ന അതാണ്. ഒരുപാട് ആശയങ്ങൾ പിന്നെയും കർത്താവ് നമ്മെ ഇന്ന് പകലിലും പഠിപ്പിക്കട്ടെ. ഇനി നീതിയുടെ കവചം എന്ന മേഖലയിൽ മറ്റൊരു ഡയമെൻഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. റോമർ 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുതേ. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അടുത്തത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും. ആ പദമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ അവയവങ്ങളെ. അയ്യോ, എന്നെക്കാട്ടൊരു ശബ്ദം പോയിരിക്കുന്നവർ അവിടെ ഇരിക്കുന്നവരൊക്കെ തോന്നുന്നു. വായി തുറന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിപ്പീൻ. ഈ ആത്മീക യുദ്ധം ഞാൻ പറഞ്ഞല്ലോ, ആയുധം കൂടാതെ ആർക്കും ചെയ്യാൻ കഴിയാത്തതാണ് ആത്മീക യുദ്ധം. ഈ ആത്മീക യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് ആയുധങ്ങളെ തന്നിട്ടുണ്ട്. ആ ആയുധങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവായുധ വർഗമാണ്. ആ ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നീതി, റൈച്ചസ്നെസ് എന്നുള്ളത്. നീതി ഒന്ന് പറഞ്ഞ്, നീതി. എല്ലാവരും ഒന്ന് പറഞ്ഞ്, നീതി. ഓക്കെ. ആ നീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നീതി പ്രവൃത്തിയല്ല, കർത്താവിൻ്റെ നീതി, ദൈവനീതി. ഉറക്കെ പറഞ്ഞ ദൈവനീതി. അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ച് കേൾക്കുക. യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനായിട്ട് യേശു യോർദാൻ്റെ കടവിൽ ചെല്ലുമ്പോൾ യേശുവിനെ നോക്കി യേശുവിനെ നോക്കി പറയുന്ന ഒരു പദം അവിടെയുണ്ട്.
നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, പിന്നെ നീ സ്നാനപ്പെടുവാൻ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് താൻ പറഞ്ഞ പദം ആര് പറയാ പദം? കർത്താവ് പറഞ്ഞ പദം അവിടെ ഒരു പദം വിട്ടുപോയി. ആര് പറയാ പദം? യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും, പറഞ്ഞ നീതി നിവൃത്തിയാകേണ്ടത് നമുക്കുചിതം, എനിക്കും നിനക്കും ഉചിതം. ഇങ്ങനെ എങ്ങനെ? നീ എന്നെ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തുമ്പോൾ എൻ്റെ മേൽ നിവൃത്തിയാകും ദൈവനീതി. എന്നിൽ വിശ്വസിക്കുന്നവരിൽ എൻ്റെ മേൽ നിവൃത്തിയായ ദൈവനീതി നിവൃത്തിയാകണമെങ്കിൽ നീ എന്നെ സ്നാനപ്പെടുത്തിയേ പറ്റുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. സോ അന്നു മുതൽ യേശുവിൽ നിവൃത്തിയായ ഒരു ദൈവനീതിയുണ്ട്. പറഞ്ഞാട്ടെ, യേശുവിൽ നിവൃത്തിയായ ഒരു ദൈവനീതിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന യേശുവിൽ നിവൃത്തിയായ ഒരു ദൈവനീതിയുണ്ട്. ആ നീതിയാലാണ് നമ്മൾ നീതിമാന്മാരാകുന്നത്. ഇന്നലെ നമ്മളതിൻ്റെ ഭാഗം കേട്ടു. യേശുക്രിസ്തുവിൽ ഇനിമേലാൽ ഞാൻ പാപിയല്ല. പറഞ്ഞാട്ടെ, ഇനിമേലാൽ ഞാൻ പാപിയല്ല. ഉറക്കെ പറഞ്ഞേ, ഇനിമേലാൽ ഞാൻ പാപിയല്ല. യേശുക്രിസ്തുവിൽ എന്നെ നീതിമാനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, യേശുക്രിസ്തുവിൽ എന്നെ, ഒച്ചത്തിൽ നിങ്ങളെ പ്രഖ്യാപനം നടത്തിയാട്ടെ, യേശുക്രിസ്തുവിൽ എന്നെ നീതിമാനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നൊരു ഗിൽറ്റി കോൺഷ്യസിൻ്റെയോ സിൻ കോൺഷ്യസിൻ്റെയോ ആവശ്യം എനിക്കില്ല. ദുർമനസാക്ഷിയുടെയോ പാപമനസാക്ഷിയുടെയോ ആവശ്യം എനിക്കില്ല. എന്തുകൊണ്ടാണ് പാപമനസാക്ഷിയുടെയും ദുർമനസാക്ഷിയുടെ ആവശ്യമില്ലാത്തത്? എന്നെ നീതിമാനാക്കിയെങ്കിൽ ഇനി എന്നിൽ നിറയേണ്ടത് സിൻ കോൺഷ്യസ് അല്ല, റൈച്ചസ് കോൺഷ്യസ് ആണ്. നീതിബോധം. പറഞ്ഞാട്ടെ, നീതിബോധം. ഒച്ചത്തിൽ പറഞ്ഞാട്ടെ, നീതിബോധം. ഈ നീതിബോധം നമുക്ക് ലഭിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്, ഈ നീതിബോധം ഒരുവനിൽ വർദ്ധിച്ച് ആ നീതിബോധം അവനിൽ നീതിയുടെ കവചത്തെ സൃഷ്ടിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പദം ഒന്നുകൂടെ പറയട്ടെ. നീതിബോധം ഒരു വ്യക്തിയിൽ വർദ്ധിച്ച് ആ നീതിബോധം അവനിൽ തന്നെ ഒരു കവചത്തെ സൃഷ്ടിക്കും. അതാണ് നീതിയുടെ കവചം. അപ്പൊ ആദ്യമേ ഉണ്ടാകേണ്ടത് എന്താ? നീതീകരണമാണ്. പിന്നെ ഉണ്ടാകേണ്ടത് എന്താ? നീതിബോധമാണ്. നീതീകരണം ഉണ്ടായവനിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് നീതിബോധം. പറഞ്ഞാട്ടെ, നീതീകരണം ഉണ്ടായവനിൽ, ഉറക്കം വരുന്നവർ ഉറക്കെ പറയണേ, നീതിബോധം ഉണ്ടാകുന്നവരിൽ മാത്രം ഉണ്ടാകുന്നതാണ് നീതി എന്ന കവചം. എന്ന് പറഞ്ഞാൽ പല തവണ ഈ ട്രൂത്ത് വായി കൊണ്ട് വിളിച്ചു പറയണം. ഏത് സത്യം? യേശുക്രിസ്തുവിൽ ഞാൻ നീതിമാനാ, യേശുക്രിസ്തുവിൽ ഞാൻ പറഞ്ഞ യേശുക്രിസ്തുവിൽ ഞാൻ നീതിമാനാ, യേശുക്രിസ്തുവിൽ ഞാൻ നീതിമാൻ. അപ്പോഴും ചെവി മന്ത്രിക്കുന്ന ഒരു ശബ്ദം കേൾക്കാം. ഹേയ്, ഇന്നലെയും പാപം ചെയ്തില്ലേ നീ? ഇന്നലെ നീ അത് നോക്കിയില്ലേ? ഇന്നലെ നീ ഇത് കണ്ടില്ലേ? ഇന്നലെ നീ ഭാര്യയോട് അങ്ങനെ പറഞ്ഞില്ലേ? ഇന്നലെ നീ ഭർത്താവിനെ പറ്റി ഉള്ളിൽ ഇങ്ങനെ പെറുപുറത്തില്ലേ? ഇന്നലെ നീ അവരെ നോക്കി അത് പറഞ്ഞില്ലേ? ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ നീതിബോധത്തെ കവിയാൻ ഇവയെ ഒന്നും അനുവദിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ നീതിയെ ബോധത്തെ, ഞാൻ പറയുന്നത് ഇന്ന് പകലിൽ ഞാൻ ഷെയർ ചെയ്യുന്ന വിഷയം കുറച്ചുകൂടെ പ്രാക്ടിക്കലായിരിക്കും, കുറച്ചുകൂടെ പ്രായോഗികമായിരിക്കും. കുറേ തിയറിക്ക് അപ്പുറത്ത് കുറച്ചുകൂടെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിയും. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഏതൊരു വ്യക്തിയിലും, ലോകത്തിൽ ജനിച്ചു വീണ ഏതൊരു വ്യക്തിയിലും ഏറ്റവും ആദ്യം ഉളവാകുന്ന ബോധമെന്ന് പറയുന്നത് പാപബോധമാണ്. ഞാൻ പാപിയാ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നാൽ ഈ പാപബോധം കൊണ്ട് തുടരുന്നുവെങ്കിൽ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് നമുക്ക് കയറാൻ കഴിയുകയില്ല. പാപബോധം നീതിബോധത്തിന് വഴി മാറണം. പറഞ്ഞാട്ടെ, പാപബോധം നീതിബോധത്തിന് വഴി മാറണം. എന്നിട്ട് കൂടെ വായി കൊണ്ട് വിളിച്ചു പറയണം, ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. എവറി ടൈം വെൻ യു കൺഫസ് ദാറ്റ് ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഇത് നിങ്ങൾ വായി കൊണ്ട് വിളിച്ചു പറയുമ്പോൾ യു ആർ സീക്കിംഗ് ദ റൈച്ചസ്നെസ്. ഹല്ലേലൂയ. നിങ്ങൾ നീതി അന്വേഷിക്കുകയാണ്. അതാ യേശു പറഞ്ഞത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. If you are the seeker of the righteousness, നിങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവനീതി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, let me tell you the fact, you will found real righteousness from the Lord. നിങ്ങൾ കർത്താവിൻ്റെ നീതി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കർത്താവിൽ നിന്നുള്ള സൗജന്യമായ നീതി വിശ്വാസത്താൽ കണ്ടെത്തിയിരിക്കും. ഹല്ലേലൂയ. ആ കണ്ടെത്തുന്ന നീതി നിങ്ങളിൽ തന്നെ ഒരു കവചമായി മാറും. ഹല്ലേലൂയ. എവിടെ കൊണ്ടയിട്ടാലും, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ബലപ്പെടുത്തി പറഞ്ഞേ, എവിടെ കൊണ്ടയിട്ടാലും നീ ജയാളിയായിരിക്കും. ഓ, കരമടിച്ചൊന്ന് ഏറ്റെടുത്താട്ടെ ആ പദം. എവിടെ കൊണ്ടയിട്ടാലും
Oh, wherever you go, no matter the place where you are, no matter the circumstances which you go through, no matter the difficulties which you go through, let me tell you the fact today. You are the righteousness of God in Christ Jesus. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാണ്. Hallelujah. ഇത് ഒരു തവണ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കയറുകയില്ല. എവ്രി ടൈം വി ഹാവ് ടു കൺഫസ് ദിസ്. ഇത് വായ് തുറന്ന് പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കണ്ടേ? ഞാൻ പാപിയാണേ, പുഴുവാണേ, കൃമിയാണേ എന്നല്ല. when you pray, remember, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയണം, I am the righteousness of God in Christ Jesus. ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിമാനാ. പറഞ്ഞോട്ടെ, ഞാൻ യേശു ക്രിസ്തുവിൽ, ഒച്ചത്തിൽ പറഞ്ഞ, ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിമാനാ. അവർക്ക് പറഞ്ഞ, ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിമാനാ. ഒരു പദം ഒന്ന് കേട്ടെ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, നീതിമാന്റെ പ്രാർത്ഥന ആര് കേൾക്കുന്നുള്ളൂ? ദൈവം കേൾക്കുന്നുള്ളൂ. അപ്പൊ ആര് പ്രാർത്ഥിച്ചാലേ കാര്യമുള്ളൂ? ഉറക്കെ പറ. നീതിമാനാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ മറുപടി ഉള്ളൂ. അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പാപിയാണ് എന്ന ബോധ്യത്തിൽ നിന്നുള്ള ഒറ്റ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന് വചനം പറയുന്നു. നീതിമാനാണ് എന്ന ബോധത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ഉള്ളൂ. പറഞ്ഞോട്ടെ, നീതിമാനാണെന്നുള്ള ഹല്ലേലൂയ. ഇതൊരു വലിയ സൈറ്റാനിക് ട്രാപ്പാണ്. നല്ല ശതമാനം ആൾക്കാർ അറിയുന്നില്ല. നമ്മൾ താഴ്മയുടെ ഭാഗമൊക്കെ നനച്ചാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്, ഞാൻ ഒന്നുമില്ല കർത്താവേ. പക്ഷെ ആ ഒന്നുമില്ലെന്ന് പറയുന്നത് പിശാചിന് ക്ലെയിം ചെയ്യാൻ, യു ആർ ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്ലെയിം ഡെവിൾ ഇൻ യുവർ സബ്ജക്റ്റ്. പിശാചിന് വാദിക്കാൻ നീ ഒരവസരം കൊടുക്കുകയാണ്. ലോർഡ്, ഐ ആം നത്തിങ് എന്ന് പറയുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഒന്നുമില്ല എന്നല്ല പറയണ്ട. കർത്താവെ, നിന്റെ പുത്രൻ നിമിത്തം എന്നെ എല്ലാം ആക്കിയതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ പുത്രങ്ങളോട് എനിക്ക് തന്ന പെർഫെക്ഷനായിട്ട് സ്തോത്രം. കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഈ റൈച്ചസ് കോൺഷ്യസ് മാത്രമേ ഈ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ് നിങ്ങൾക്ക് തരികയുള്ളൂ. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ നീതിബോധം മാത്രമേ, ഒന്ന് പറഞ്ഞ്, ഈ നീതിബോധം മാത്രമേ, എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഈ നീതിബോധം മാത്രമേ നിങ്ങൾക്ക് നീതി എന്ന കവചത്തെ തരത്തുള്ളൂ. ഹല്ലേലൂയ. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ എന്ന് പറയാതെ പറയണം, ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അഹങ്കാരം പറയല്ല, അഭിമാനത്തോടെ പറഞ്ഞോണം. അഹങ്കാരമായിട്ട് പറയല്ല. അങ്ങനെ പറയുന്നവരെ കർത്താവ് അഹങ്കാരത്തിന്റെ ലിസ്റ്റിലേ അല്ല പെടുത്തുന്നത്. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ നീതി നീ പ്രാപിച്ചല്ലോ എന്ന് ഓർത്ത് കർത്താവ് സന്തോഷിക്കുക ചെയ്യുന്നത്. കർത്താവ് ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇതിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ്സ് വെരി വെരി എസെൻഷ്യൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഈ മെസ്സേജുകൾ ഈ 11 ദിവസങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് 22 DVDs ഇവിടെ പുറത്തിറങ്ങും. അതൊരു കിറ്റായിട്ട് ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അത്രയ്ക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേൾക്കുന്നു, അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ എന്നുള്ളതാണ്. റോമലേഖനത്തിലെ 6-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അവിടെ ശ്രദ്ധിച്ച് കാണാനായിട്ട് കഴിയും. വായിച്ച വാക്യം ഒന്നോട് വായിച്ചു ജോബി. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അടുത്തത്, നിങ്ങളെ തന്നെ മരിച്ചിട്ടു ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ. 2 കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത് സംഭവിച്ചത്, നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഒന്ന് പറഞ്ഞ്, അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നു. എന്ത്? നിങ്ങളുടെ അവയവങ്ങൾ. ശ്രദ്ധിച്ചെന്നെ കേട്ടെ, നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കപ്പെട്ട അവയവങ്ങൾ ഇപ്പൊ എന്ത് സംഭവിക്കണം? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു. 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, സാത്താന് നിങ്ങളുടെ അവയവങ്ങളെ കൊടുത്തതുപോലെ തന്നെ കർത്താവിന് നിങ്ങളുടെ അവയവങ്ങളെ കൊടുക്കണം.
പിശാചിന് കൊടുത്തപ്പോൾ അനീതിയുടെ ആയുധങ്ങളായെങ്കിൽ കർത്താവിന് കൊടുക്കുമ്പോൾ നീതിയുടെ ആയുധങ്ങളാകും. എത്ര പേരെന്നെ കേട്ടു? ഒന്നുകൂടെ ഞാൻ പറയാം. പിശാചിന് കൊടുക്കുമ്പോൾ അനീതിയുടെ ആയുധങ്ങളായി എങ്കിൽ കർത്താവിന് കൊടുക്കുമ്പോൾ അതേ അവയവങ്ങൾ നീതിയുടെ ആയുധമായി മാറും. ഹല്ലേലൂയ. പോർക്കളത്തിൽ നിൽക്കുന്നവന് ആയുധം കൂടിയേ തീരൂ. എന്താണ് അവൻ്റെ ആയുധം? അവൻ്റെ ആയുധം നീതിയുടെ ആയുധമാണ്. പറഞ്ഞാട്ടെ, നീതിയുടെ ആയുധം. ഒച്ചത്തിൽ പറഞ്ഞേ, നീതിയുടെ ആയുധം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ജിബിനെ നിർത്തി കാണിക്കാം. നിങ്ങൾ വന്നേ ജിബിനെ, മോനെ വന്നേ. ആദ്യം കർത്താവല്ല ഈ അവയവത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആദ്യം പിശാചാണ് ഈ അവയവത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ കണ്ണ് പിശാചിൻ്റെതായിരുന്നു പണ്ട്. ഈ കൈ പിശാചിൻ്റെതായിരുന്നു. ഈ ചിന്ത പിശാചിൻ്റെതായിരുന്നു. ഈ നാവ് സാത്താൻ്റെതായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇവൻ ഇഷ്ടമില്ലാത്തത് പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഇതിൻ്റെ നിയന്ത്രണം എന്നിലല്ലായിരുന്നു. എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? പലപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നൊരു പദമുണ്ട്, എനിക്ക് പറയാൻ ഇഷ്ടമില്ല പക്ഷെ പറഞ്ഞു പോയി, കേൾക്കാൻ ഇഷ്ടമില്ല പക്ഷെ കേട്ടുപോയി. എനിക്കിഷ്ടമില്ലാത്തതിനെ ഞാൻ ചെയ്തു എന്നോ? ഹേയ്, ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഞാൻ ചെയ്തു പോയി. അതിൻ്റെ അർത്ഥം എന്നാ? ഞാനല്ല ചെയ്തേ, എന്നെ കൊണ്ട് ആരോ ചെയ്യിച്ചതാ. അതല്ലേ 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 തലയെങ്കിലും ഒന്ന് കുലുക്കപ്പ. അതല്ലേ, എനിക്കിഷ്ടമില്ല പക്ഷെ എന്നെ കൊണ്ട് വേറെ ആരോ ചെയ്യിച്ചതാ. ഞാനല്ല ചെയ്തേ. എൻ്റെ കയ്യെ, എൻ്റെ കണ്ണിനെ, എൻ്റെ നാവിനെ ഉപയോഗിച്ച് വേറെ ആരോ ചെയ്തത്. അന്ന് നമ്മൾ തുറന്ന് സമ്മതിച്ച ഒരു കാര്യം, എൻ്റെ കൈ എൻ്റെ നിയന്ത്രണത്തിൻ്റെ പിടിയിലല്ല. ഹല്ലേലൂയ. എൻ്റെ നാവ് എൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലല്ല. എൻ്റെ കൈ ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതായിരുന്നു സ്ഥിതി. ആ സമയത്ത് നിങ്ങളുടെ അവയവങ്ങൾ അവൻ്റെ ആയുധങ്ങളായിരുന്നു. ആരുടെ? സാത്താന്റെ ആയുധങ്ങളായിരുന്നു. കാൽവരി ക്രൂശിൽ യേശു സാത്താനെ നിരായുധനാക്കി. പറഞ്ഞാട്ടെ, ആയുധവർഗം വെപ്പിച്ചു. ഉറക്കെ പറ. അപ്പൊ പിശാചിന് എന്തില്ല? ആയുധമില്ല. ആയുധമില്ലാത്ത പിശാചിന് ആയുധമില്ലല്ലോ എന്ന സങ്കടമില്ലായിരുന്നു. എന്താ കാര്യം എന്നറിയോ? ആര് പറയാതെ ആര് പറയാ ആര് പറ ആയുധമില്ലാത്ത സാത്താന് എനിക്ക് ആയുധമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ദിവസം പോലും അവൻ വിഷമിച്ചിട്ടില്ല. കാരണം എൻ്റെ കണ്ണും എൻ്റെ കൈയും എൻ്റെ നാവും എൻ്റെ മൂക്കും എൻ്റെ ചെവിയും എൻ്റെ കാലും ഒക്കെ അവൻ്റെ ആയുധങ്ങളായിട്ട് ഞാൻ അവന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ കൈ തന്നെ എന്നെ വെട്ടാനുള്ള ആയുധമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതാ റോമറിൽ വായിച്ചേ, നിങ്ങളുടെ അവയവങ്ങളെ ഇനി അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഇതുവരെ നിങ്ങളുടെ അവയവങ്ങളെ അവന് പോരാടാൻ നിങ്ങളിൽ അനുവദിക്കുകയായിരുന്നു. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കണം. എന്താ ഇനി സംഭവിക്കേണ്ട രൂപാന്തരം? വായിച്ചു. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. നിങ്ങളെ തന്നെ സാത്താൻ ആയുധങ്ങളെ കൊടുത്തോണ്ടിരുന്ന നിങ്ങൾ മരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിൽക്കുന്നത് കളിക്കളത്തിലാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. രാവിലെ ഒരു ബാറ്റും ബോളും എടുത്ത് ഇറങ്ങിയാൽ മതി. നിൽക്കുന്ന പോർക്കളത്തിലാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഇവിടെ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായിട്ട് മാത്രമേ നിങ്ങൾ യുദ്ധത്തിന് പോയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ യുദ്ധക്കളത്തിൽ പരാജയപ്പെടും. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ കൈ അവൻ്റെ ആയുധമാണ്, പക്ഷെ ഇരിപ്പ് എൻ്റെ ശരീരത്തിലാണ്. ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ പറയട്ടെ. എൻ്റെ കൈ അവൻ്റെ ആയുധമാണ്, പക്ഷെ ഇരിപ്പ് എൻ്റെ ശരീരത്തിലാണ്. അവൻ്റെ ആയുധമായി അവൻ ഉപയോഗിക്കുന്ന ഈ കൈ വെച്ചോണ്ട ഞാൻ ഭൂതത്തെ പുറത്താക്കാൻ പോന്നെ. യേശുവിൻ്റെ നാമത്തിൽ പുറത്താകും. പോവോ? എന്നാ കാര്യം? അവൻ്റെ ആയുധം എടുത്ത് അവന് നേരെ പ്രയോഗിക്കുമ്പോൾ അവൻ എന്നോട് ചോദിക്കും, ആഹാ എൻ്റെ കയ്യിൽ ഇരുന്നിട്ടാണ് എന്നെ പുറത്താക്കുന്നത്, പോ എന്നൊക്കെ പറയുമ്പോൾ പറയും, ഇത്രയും ഒച്ചേ പറയണ്ട, ഞാൻ അകത്തിരിപ്പുണ്ട്, എനിക്ക് കേൾക്കാം. ഹല്ലേലൂയ. ഈ സ്ഥിതിയിലാണ് ഒരു മരണം നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. ഏത് മരണം? പാപം സംബന്ധിച്ചുള്ള മരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
അതവിടെ വായിച്ച് അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുന്നത്. അടുത്ത പദം, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ പാപാനുരാഗത്തിന് നീങ്ങിയ പഴയ അവയവം മരിച്ചു. പറഞ്ഞു മരിച്ചു. ഓ ഹല്ലേലൂയ. മരിച്ചപ്പം പാപാനുരാഗത്തിന് നീങ്ങിയ പഴയ അവയവത്തിലുള്ള പഴയ ആയുധവും മരിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ കൈ അവൻ ഉപയോഗിക്കുകയായിരുന്നു. അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കൈ മരിച്ചുപോയി. ഈ കൈ അവൻ ഉപയോഗിക്കുകയായിരുന്നു. അവന്റെ ഉപയോഗത്തിലിരുന്ന ഈ കൈ മരിച്ചുപോയി. ഈ ചിന്ത അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവന്റെ ചിന്ത നിയന്ത്രണത്തിലായിരുന്ന ആ ചിന്ത മരിച്ചുപോയി. ഓ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഒരു ഉയർപ്പ് സംഭവിക്കും. എന്താ ഉയർപ്പ്? അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ അവയവങ്ങൾ തന്നെ നീതിയുടെ ആയുധങ്ങളായി അടുത്ത നിമിഷങ്ങളിൽ സാത്താന് തലവേദനയായി മാറാൻ പോകുന്നു. ഇതാ ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്ന രൂപാന്തരം. ഹല്ലേലൂയ. ഏത് കൈയെ അവൻ ആയുധമാക്കി വെച്ചോ ആ കൈ കൊണ്ട് അവനെതിരെ പ്രയോഗിക്കാൻ പോകുകയാണ്. ഓ ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഏത് ചിന്തയെ സാത്താൻ ആയുധമായി ഉപയോഗിച്ചോ അതേ ചിന്തയിൽ കർത്താവിനെ നിറച്ചിട്ട് അവന്റെ തല തകർക്കുന്ന ഒരു അധികാരം ഇന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവ് പകരാൻ പോവുക. ഓ ഏറ്റെടുക്കേണ്ട ഒരു മാത്രം കരമടിച്ച് ഏറ്റെടുത്തോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിൽക്കുമ്പോ പിശാച് വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട്, അവന്റെ കൈ എന്റേതാ, ഇവന്റെ കൈ എന്റേതാ. എന്നാൽ പാപം സംബന്ധിച്ച് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ഒരു വിശുദ്ധൻ നിൽക്കുമ്പോ പിശാച് നിലവിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, അവന്റെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളാ. അവന്റെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളാ. പറഞ്ഞേ, എന്റെ അവയവ. പറയുന്നില്ല. ഉറച്ചു പറഞ്ഞ് എന്റെ അവയവങ്ങൾ പറഞ്ഞു പ്രാപിച്ച് എന്റെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ. എന്റെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ. എന്റെ കണ്ണ് നീതിയുടെ ആയുധം. എന്റെ നാവ് നീതിയുടെ ആയുധം. എന്റെ കൈകൾ നീതിയുടെ ആയുധം. ഞാൻ നടന്നാൽ ആയുധം ചലിക്കുന്നു. ഞാൻ വായ് തുറന്നാൽ ആയുധം ചലിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ പറയുമ്പോൾ, ഞാൻ ഇടപെടുമ്പോൾ അന്ധകാരങ്ങൾ അഴിയാൻ കാര്യം എന്റെ നാക്കിൽ, എന്റെ വാക്കിൽ, എന്റെ കയ്യിൽ, എന്റെ കരത്തിൽ, ഓ എന്റെ നടപ്പിൽ നീതിയുടെ ആയുധങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നീതിയുടെ ആയുധങ്ങൾ. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ഈ നീതിയുടെ ആയുധങ്ങൾ നിങ്ങളുടെ അവയവങ്ങളിലൂടെ പുറപ്പെടുവിപ്പാൻ ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. കരമടിച്ച് സ്വീകരിച്ചു, അഭിഷേകത്തെ ഏറ്റെടുത്തു. ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ ആർമർ ഓഫ് ഗോഡ് ധരിച്ച, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച, എല്ലാവരും പറഞ്ഞ് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കട്ടെ. ആ തലമുറയെ നോക്കി സാത്താൻ പറയട്ടെ, അവന്റെ കണ്ണെനിക്ക് ഭയമാ, അവന്റെ കൈ എനിക്ക് പേടിയാ, അവന്റെ നാവ് എനിക്ക് പേടിയാ. ഓ സ്തോത്ര. അത് അശ്ലീലം കാണുന്ന കണ്ണല്ല, അത് അവിഖ്യാതി പറയുന്ന നാവല്ല, അത് അനീതിക്ക് വേണ്ടി ചലിക്കുന്ന കൈയല്ല, അത് അഭിഷേകത്തിന്റെ കൈയാ. തുടങ്ങട്ടെ. സാത്താന് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കൈകൾ എഴുന്നേക്കട്ടെ. അഭിമാനിക്കണോടാ, അഭിമാനിക്കണം. പിശാചിന് ക്ലെയിം ചെയ്യാനില്ലാത്ത കാലുകൾ എഴുന്നേക്കട്ടെ. ഓ ജാനസിയാന്തര. ഓ ജീസസ്. നിങ്ങൾ എത്ര പേര് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനത് പറയുന്നു. നിങ്ങൾക്കിപ്പോ അത് സംഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. പുറമേ നിങ്ങൾ എന്തോ കാട്ടിക്കൂട്ടുന്ന ക്രിസ്ത്യാനിറ്റി അല്ലിത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, 4% ആൾക്കാരുടെ വിഷയം പറച്ചില്ലെന്ന് ചോദിച്ചാൽ, ഉള്ളെന്തായിരുന്നാലും പ്രശ്നമില്ല, പുറമേ നീ നാടകം കളിച്ചോണ്ട് നടക്കണം. ഇതിലും നല്ലത് നീ ക്രിസ്ത്യാനിറ്റി നിർത്തിയിട്ട് നാടകത്തിൽ പോയി ചേരുന്ന നാട്യം. എന്ത് നിന്റെ പുറത്ത് നീ കാണിക്കുന്നു എന്നല്ല, എന്ത് നിന്റെ അകത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ദൈവ പൈതലെ, ഇന്ന് നീ തിരിച്ചറിയണം, നിന്റെ അവയവം നീതിയുടെ ആയുധമാണ്. പറഞ്ഞേ, എൻ്റെ അവയവം. എല്ലാവരും പറഞ്ഞേ, ഉറക്കെ പറ, വാ തുറന്ന് പറ, എൻ്റെ അവയവം. വായി തുറന്ന് പറ, എൻ്റെ അവയവം. ആ പുറകെ പറയാത്തവരെല്ലാവരോടും ചേർന്ന് പറഞ്ഞേ, എൻ്റെ അവയവം നീതിയുടെ ആയുധമാ. ഇനി കോപത്തിന് ഞാൻ എൻ്റെ ചിന്തയെ വിട്ടുകൊടുക്കത്തില്ലെന്ന് എത്ര പേര് പറയും? ഇനി പാപത്തിന് ഞാൻ എൻ്റെ കയ്യെ വിട്ടുകൊടുക്കത്തില്ലെന്ന് എത്ര പേര് പറയും? ഓ, എത്ര പേര് കേൾക്കുന്നുണ്ടെന്നെ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ഒരു അശുദ്ധ ചിന്തയ്ക്ക് എൻ്റെ തലമണ്ടയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് എത്ര പേര് പറയും? ഒരു യഥാർത്ഥ വിശുദ്ധിയുടെ അഭിഷേകം ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് ക്രമത്തിൽ ഫലമായ ഒരു വിശുദ്ധിയാണ്. അത് നീതിയുടെ ഫലമായ വിശുദ്ധിയാണ്. അതിവിടെ പുറത്തു വരുന്നുണ്ട് ഇന്ന് പകൽ. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മേൽ അത് വ്യാപരിക്കും. ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്നും ചുറ്റി 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 അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഈ ഭാഗം പഠിപ്പിക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണുകളിൽ വ്യാപരിച്ചിരുന്ന പൈശാചിക ശക്തികൾ നിലവിളിച്ചഴിയുന്നു. ഞാൻ 20 കൊല്ലമായിട്ട് ഇവളുടെ കണ്ണിലിരിക്കുകയായിരുന്നു, ഇവന്റെ കണ്ണിലിരിക്കുകയായിരുന്നു. അയ്യോ, പക്ഷെ ഇന്ന് ആലോചന കേട്ടപ്പം എനിക്കിരിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ കണ്ണ് നീതിയുടെ ആയുധമായി മാറുന്നു. അയ്യോ, ഇവന്റെ കൈ എൻ്റെതായിട്ട് ഇങ്ങനെ ഞാൻ കൊണ്ടു നടക്കുകയായിരുന്നു. ഇച്ചിരി 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 എൻ്റെ പ്രവൃത്തിയൊക്കെ ഇട്ട് ഞാനിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ആലോചന കേട്ടപ്പം എനിക്ക് അഴിഞ്ഞു മാറിയേ പറ്റൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞു 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 ഇന്ന് അഴിഞ്ഞു മാറിയേ പറ്റൂ. തുടങ്ങട്ടെ 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 ഇതിനകത്ത് തുടങ്ങട്ടെ, ഇതിനകത്ത് തുടങ്ങട്ടെ. നീ നടക്കുമ്പോ സാത്താൻ ഞെട്ടട്ടെ കുഞ്ഞെ. നീ ഒരു വാക്ക് വായിൽ നിന്ന് പറയുമ്പം അവന്റെ തല തകരട്ടെ. നീ ഒരു പട്ടണത്തിൽ ഇറങ്ങുമ്പോ ഇറങ്ങുന്നിടത്ത് അഭിഷേകം ചലിക്കട്ടെ. നീ ഒരു വ്യക്തിയെ നോക്കിയാൽ ആ വ്യക്തി പാപബോധം കൊണ്ട് കരയട്ടെ. ഓ, സ്വീകരിച്ചു സ്വീകരിച്ചു. ഇതിനു വേണ്ടിയുള്ള ഒരു അഭിഷേകം വ്യാപരിക്കും. അതാ യഥാർത്ഥ ഉണർവ്. യഥാർത്ഥ ഉണർവ് അതാ. യഥാർത്ഥ ഉണർവ് അതാ. യഥാർത്ഥ ഉണർവാദ. ഞാനൊരു ദേശത്ത് ചെല്ലുമ്പോൾ എന്നെ കാണുന്നവർ അവരുടെ അശുദ്ധി വിട്ട് ഒഴിയുന്നെങ്കിൽ അതാ യഥാർത്ഥ ഉണർവ്. ഹല്ലേലൂയ. പാപബോധം കൊണ്ട് പൊട്ടിക്കരയാൻ ഞാൻ ചെല്ലുന്നത് ഒരു കാരണമാകുന്നെങ്കിൽ ഓർത്തോ, ദൈവത്തിന്റെ നീതിയുടെ ആയുധം കൊണ്ടാണ് നീ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നേ. ഇന്നത് സംഭവിക്കും. കുറച്ചു പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഈ പറഞ്ഞ ആലോചനയിൽ എല്ലാവരും ഇല്ല, പക്ഷെ ഇതിനകത്ത് ഉണർവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ചിലതുണ്ട്. അവരെ ഇപ്പൊ തെരഞ്ഞു പിടിച്ച് ഇതിനകത്ത് കർത്താവ് അഭിഷേകം ചെയ്യും. അവരുടെ മേൽ ഇപ്പോൾ ഈ അഭിഷേകത്തെ കർത്താവ് പകരും. അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ. പറയാമോ? പറയാമോ? പറയുന്നില്ല. അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ. അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ. പഴയ നിയമത്തിൽ കയ്യിൽ വാള് തരും, പുതിയ നിയമത്തിൽ കയ്യെ വാളാക്കും. Jesus. Feel your glory, Jesus. നിന്റെ മഹത്വം ഇപ്പോൾ തന്നെ ഇതിനകത്തോട്ട് ഇറങ്ങി വരട്ടെ. നിങ്ങളൊന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇപ്പോൾ. ഭയങ്കരമായിട്ട് അനോയിന്റിങ് എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയും. ഈ തലമുറയിൽ എനിക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ഞാൻ കൈവെക്കുമ്പോൾ ഭൂതങ്ങൾ അഴിയണം. ഞാൻ പറയുമ്പോൾ കെട്ടുകൾ പൊട്ടണം. ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പാപബോധം കൊണ്ട് അവിടെ നിറയണം.
എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ അശുദ്ധിയുടെ അനുരാഗങ്ങൾ അഴിയണം. ഇതിനു വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കും. അതിന് ഇന്ന് എൻ്റെ അവയവങ്ങളെ യേശു നീതിയുടെ ആയുധങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ സമർപ്പിക്കാൻ എത്ര പേര് തയ്യാറാണ്? നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ? നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലെ ഒരു അഭിഷേകം വന്നിറങ്ങും. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ? അവളെ പിടിച്ചോ, അവളെ പിടിച്ചോ. അത് അടിച്ചോണ്ടിരിക്കുന്നു, അത് അടിച്ചോണ്ടിരിക്കുന്നു. ചെറിയ കാര്യമല്ല ഞാൻ പറയുന്നത്, ചെറിയ കാര്യമല്ല. പുറത്തുനിന്ന് എടുത്തോണ്ട് പോയനെ, പുറത്തുനിന്ന് എടുത്തോണ്ട് പോവാ. 2-3 വോളണ്ടിയേഴ്സ് പുറത്തേക്ക് ഓടി ചെല്ലുക. അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ, അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ, അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ, അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ. മൂർച്ചയുള്ള ആയുധമായി നിന്റെ കൈമാറുന്ന ഒന്ന് കണ്ടേ കുഞ്ഞെ. ഓ സ്തോത്രം. കുഞ്ഞുങ്ങളെ നിങ്ങൾ തയ്യാറായിക്കോ? നിങ്ങളുടെ മേലൊരു അഭിഷേകത്തെ ദൈവം പകരാൻ പോകും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ? നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നിങ്ങളെ ഇന്ന് പകൽ ഉപയോഗിക്കാൻ പോകുന്നു ഈ തലമുറയിൽ. ഓ ജീസസ്. Weapons of righteousness is coming out. God is transforming today your body, even the members of your body, as weapons of righteousness. When you obey the righteousness of God, when you seek the righteousness of God, you know what happened? Come on, bring it. മോളെ ഇന്ന് തിരിച്ചറിയുന്നേ, ഇന്ന് തിരിച്ചറിയുന്നേ, നിന്റെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി മാറാൻ പോവാ. This is your fire. This is your fire. This is your fire. This is your fire. ഒരുപാട് വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തികളെ സ്പർശിക്കും. ഇന്ന് രാവിലെ യേശു എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, ചിലരുടെ അവയവങ്ങൾ ഇന്ന് ആയുധങ്ങൾ ധരിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ചിലരുടെ അവയവങ്ങളെ ചിലരുടെ അവയവങ്ങളെ Jesus I am the righteousness of God in Christ Jesus. I am the righteousness of God in Christ Jesus. I am the righteousness of God in Christ Jesus. I am the righteousness of God in Christ Jesus. I am the righteousness of God in Christ Jesus. I am the righteousness of God in Christ Jesus. നിന്റെ കൈ ഉയർത്തി വീശുമ്പോൾ ഭൂതങ്ങൾ അഴിയുന്നു എന്ന് കണ്ടേ. എത്ര ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തും നീ പോയി ഒരു വാക്ക് പറയുമ്പോ അഭിഷേകത്തിന്റെ തീ കത്തുന്നതെന്ന് കണ്ടേ. തുടങ്ങിക്കോ. ഇന്ന് പല സഹോദരങ്ങളെ അത് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറകിലേക്ക് ഇന്ന് ചില ശുശ്രൂഷകന്മാരെ ഇതിനകത്ത് വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ശുശ്രൂഷയിൽ നിൽക്കുന്ന ചിലരുടെ അവയവങ്ങളിലേക്ക് നീതിയുടെ ആയുധങ്ങൾ ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലത്ത് നീ വാക്ക് പറഞ്ഞിട്ടല്ല അത്ഭുതം, നീ തന്നെ ഒരു അത്ഭുതമാണ്. കർത്താവ് ഇതിനകത്ത് പകരാൻ പോകുകയാണ്. നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി മാറും.
പറഞ്ഞ എൻ്റെ അവയവം നീതിയുടെ ആയുധം. ഒച്ചത്തിൽ പറഞ്ഞ എൻ്റെ അവയവം നീതിയുടെ ആയുധം. എല്ലാരും പറഞ്ഞ എൻ്റെ അവയവം നീതിയുടെ ആയുധം. ഈ തലമുറയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാം? ഈ തലമുറയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്നറിയാം? ദൈവത്തിന്റെ ആയുധങ്ങളാക്കി നിന്റെയും എന്റെയും കൈകാലുകളെ മാറ്റുക. ജീസസ്, ഹല്ലേലൂയ. യേശുവിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കൈ എഴുന്നേക്കുക. ഈ കയ്യെ തൊട്ടിട്ട് കർത്താവ് പറയട്ടെ, ഇത് വെക്കുന്നിടത്തെല്ലാം ഭൂതങ്ങൾ പുറത്താകും. ഓ ജീസസ്, സ്വീകരിച്ച ഭയങ്കര അഭിഷേകത്തെ പകരുന്നു. ഒരു വ്യക്തിയുടെ മേലല്ല, വിശ്വസിക്കുന്ന സകലരുടെ മേലും ഇന്ന് അനോയിന്റിംഗ് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങൾ. പറഞ്ഞേ, പുറകെ പറ, വായി തുറന്ന് പറ, ഒച്ചത്തിൽ പറ സഹോദരി. എന്റെ അവയവം നീതിയുടെ ആയുധം. Weapons of righteousness. Once, ഒരിക്കൽ ഈ അവയവം അനീതിയുടെ ആയുധങ്ങളായിരുന്നു. വെപ്പൺസ് ഓഫ് വിക്കറ്റ്നെസ് ആയിരുന്നു. എന്നാൽ ഇന്ന് ഈ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളാണ്. പറഞ്ഞതിന്റെ ആശയം ഇതാണ്. യേശുവിന്റെ ശരീരത്തെ നോക്കിയിട്ട് പിശാചിന് ഒരു ക്ലെയിമും പറയാനില്ല. യേശുവിനെ നോക്കിയിട്ട് സാത്താൻ നിലവിളിച്ചു പറഞ്ഞ വാക്ക് ഇതാണ്: നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. അതേ പ്രഖ്യാപനം ഇന്നും കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്നു. നിന്നെ നോക്കിയിട്ട് യേശു വിളിച്ചു പറയാൻ പോകുന്നു: ഓ, ഇവൻ ദൈവത്തിന്റെ പരിശുദ്ധൻ. പരിശുദ്ധൻ സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവിനോട് പറ, എന്റെ ഇന്ദ്രിയങ്ങളെ, എന്റെ ഇന്ദ്രിയങ്ങളെ പറ, യേശുവിനോട് പറ, എന്റെ ഇന്ദ്രിയങ്ങളെ, എന്റെ ഇന്ദ്രിയങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കണമേ. കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചടാ. മക്കളെ പ്രാർത്ഥിച്ചടാ, 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 പ്രാർത്ഥിച്ചടാ. മക്കളെ പ്രാർത്ഥിച്ചടാ. വാ തുറന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ച മോളെ, പ്രാർത്ഥിച്ചേ. ഈ കുഞ്ഞുങ്ങൾ ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ. ഇന്ന് ഇവരുടെ മേൽ ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകം പകരപ്പെടട്ടെ. നിഖിൽ ബ്രദർ ഇവിടെ പറഞ്ഞപ്പോ ഇന്ന് രാവിലത്തെ വാക്ക് പറഞ്ഞില്ലേ, ഇത് യൗവനക്കാരുടെ മേൽ വലിയ അഭിഷേകത്തെ കർത്താവ് പകരുന്ന ദിവസമാണ്. യൗവനക്കാരത്തികൾ, യൗവനക്കാരന്മാർ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായിട്ട് മാറും. നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ നാവുകൾ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ ചിന്തകൾ പോലും പരിശുദ്ധാത്മാവിന്റെ ആയുധങ്ങളായിട്ട് മാറും. ഇതിനു വേണ്ടി ഒന്ന് ആഗ്രഹിച്ചേ. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാർ തയ്യാറായിക്കോ. നിങ്ങളുടെ മേലൊരു അഭിഷേകം വരാൻ പോകുന്നു. Send your fire, send your fire. Touch them, Lord. Touch them, Lord. Fill now with your precious anointing. നിന്റെ പരിശുദ്ധ അഭിഷേകത്താലെ ഇപ്പോൾ യൗവനക്കാരെ നീ നിറയ്ക്കണമേ. ജീസസ്, ജീസസ്. സ്വീകരിച്ചോ. യൗവനക്കാർ പ്രാപിച്ചു, ഏറ്റെടുത്തു, ഏറ്റെടുത്തു. നിങ്ങളുടെ മേലത് പകരുന്നു. കരമടിച്ച് സ്വീകരിച്ചു. ഓ, മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവളുടെ മേലെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓ
ജീസസ്. അവൾ ഇന്ന് ആള് മാറുന്നു. ഇന്നലെ ലോകം കണ്ടതുപോലെയല്ല ഇന്ന് നിന്നെ ലോകം കാണാൻ പോകുന്നേ. ഇന്നലെ ലോകം കണ്ടതുപോലെയല്ല. ഓ ജീസസ്. കണ്ണുകളിൽ നിന്ന് അഴിയുന്നു, നാവുകളിൽ നിന്ന് അഴിയുന്നു, ചിന്തകളിൽ നിന്ന് അഴിയുന്നു, ഇന്ദ്രിയങ്ങളിൽ നിന്ന് അഴിയുന്നു. ഓ ഞാൻ ഇറങ്ങിപ്പോവാണ് എന്ന് പറഞ്ഞ് പല കുഞ്ഞുങ്ങളുടെ മേൽ നിന്നും ദുരാത്മാക്കൾ അഴിയുകയാ, അഴിയുകയാ, അഴിയുകയാ. ഓ ഇനി ഈ കുഞ്ഞിനെ ഞാൻ പിന്തുടരുകയില്ല, ഇനി ഞാൻ ഇവളെ ഉപദ്രവിക്കയില്ല, ഇനി ഇവൾക്ക് നേരെ അപവാദം പറയാൻ ഞാൻ ഇരിക്കയില്ല. ഞാൻ ഒഴിയുന്നു. A fire, a fire, a fire, a fire, a fire, a fire. പ്രാപിച്ചോ. പരിശുദ്ധാത്മാവേ, നിന്റെ മിനിസ്ട്രി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ പകരണമേ. ആ പകർച്ച ഇപ്പോൾ തന്നെ അയക്കണമേ. അവരാള് മാറിയവരെ പോലെ. യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. പക്ഷേ സ്തോത്രം, ഇന്ന് നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം ഇറങ്ങിയാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ തലമുറയിൽ അടുത്ത ഒരു കാലഘട്ടത്തിൽ വേദിയിൽ നിൽപ്പാൻ അത് അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അഭിഷേകം, അനോയിന്റ് ചെയ്യപ്പെടട്ടെ അഭിഷേകത്തിൽ. ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരു ഉണർവിന്റെ തീ ഇവിടെ കത്തുന്നു. അത് യൗവനക്കാരിലൂടെ ആയിരിക്കും. ഇവരെ കർത്താവ് അതിനു വേണ്ടി അഭിഷേകം ചെയ്യുകയാണ്. കാമത്തിനും ക്രോധത്തിനും ഇനി ഇവരെ കിട്ടുകയില്ല. ഈ തലമുറയെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ഓ സീതാരയാന്തേ ലോറോ മുഖുരിയാന്തേ. ആ ഫയർ നിങ്ങളുടെ മേൽ വീഴട്ടെ. കുഞ്ഞുങ്ങളെ,
സുവിശേഷകന്മാരിവിടെ എഴുന്നേക്കുന്നു. അപ്പോസ്തോലിക ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ചിലരെ ഇതിനകത്ത് അഭിഷേകം ചെയ്ത് വേർതിരിക്കും. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇപ്പോൾ തന്നെ കർത്താവ് ചിലരെ ഇതിനകത്ത് അഭിഷേകം ചെയ്യുന്നു. വീഴുന്നവർ വീണോട്ടെ, എഴുന്നേൽക്കുന്നവർ എഴുന്നേറ്റോട്ടെ. നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട. നിങ്ങളും കർത്താവും മാത്രമേ ഇപ്പോഴും ഇവിടെയുള്ളൂ. വളരെ പേഴ്സണലായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ സെഷനിൽ ഏറ്റവും വിലപ്പെട്ടത് കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ സെഷനിൽ ഏറ്റവും വിലപ്പെട്ടത് കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. കഴിയുമെങ്കിൽ ഇതിന്റെ പുറകിൽ ഓൾ ഇന്ത്യൻസിന്റെ ഒരു വലയം നിൽക്കുക. ഒരു ഭയങ്കര അഭിഷേകം ഇതിന്റെ അകത്ത് അടിക്കാൻ പോകുന്നു. എന്തും സംഭവിക്കാം ഇപ്പൊ ഇതിനകത്ത്. എന്തും സംഭവിക്കാം. Precious anointing is moving. വിലപ്പെട്ട അഭിഷേകം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കരം ചുറ്റിപ്പിടിച്ചാണ്. കരം ചുറ്റിപ്പിടിച്ചാണ്. കരം ചുറ്റി. ഈ വലയത്തിനകത്ത് കുഞ്ഞുങ്ങളെ നിർത്തിക്കോ. ഞാൻ പറഞ്ഞില്ല എന്തും സംഭവിക്കാം. ഭയങ്കര അഭിഷേകത്തെ ഇല്ലാതെ പകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ വലിയ അഭിഷേകത്തെ ഇല്ലാതെ പകർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് അനോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് അനോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Precious anointing ഇതിനകത്ത് പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ തലമുറകളെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്നത് തീയുടെ ശുശ്രൂഷകരായിട്ടായിരിക്കും. അവനെ അനോയിന്റ് ചെയ്യുന്ന കർത്താവ്, ഇവനെ അനോയിന്റ് ചെയ്യുന്ന കർത്താവ് അഭിഷേകം വീണോണ്ടിരിക്കുന്നു. പിടിച്ചോ കവർ ചെയ്തു. ഒന്നും ആയിട്ടില്ല. ഭയങ്കര പകർച്ചയില്ല നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ നിറയട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. ഇന്ദ്രിയങ്ങൾ ആയുധങ്ങളായിട്ട് മാറട്ടെ. അവനവന്റെ ആയുധങ്ങളായിട്ട് മാറട്ടെ. തീയുടെ ഒരു വലിയ പകർച്ച കുഞ്ഞുങ്ങളെ വരുമ്പോൾ ആരംഭിച്ചു. പലരെ ദൈവം ദർശനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പലരെ ദൈവം ദർശനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പലർക്ക് ദൈവം കൃപാവനങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്നു. പലരെയും പരിശുദ്ധാത്മ വ്യത്യസ്തമായ നിലയിൽ തൊട്ടുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങളുടെ മേലൊരു ഫയർ വീഴുന്ന ദിവസമാണ്. ആ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ മനുഷ്യനെ മേലെ അഗ്നി വീണുകൊണ്ടിരിക്കുന്നു. ഒരു അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അഭിഷേകം ബുദ്ധിക്കെത്താത്ത അഭിഷേകം, ചിന്തയ്ക്ക് ഒതുക്കാൻ കഴിയാത്ത അഭിഷേകം, രാജകീയ അഭിഷേകം,
പലതിന്റെ മേലെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. പലതിന്റെ മേലെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടവനാ. നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടവളാ. ഇന്ന് നിങ്ങളുടെ മേൽ വീഴുന്ന ഈ അഗ്നിയുടെ അഭിഷേകം ഈ തലമുറയിൽ നിങ്ങൾക്ക് തുല്യമായി ആരുമില്ല എന്ന നിലയിലേക്ക് നിങ്ങളെ വേർതിരിച്ചുകൊണ്ടിരിക്കുക. ദർശനങ്ങൾ കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ദർശനങ്ങൾ കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ദർശനങ്ങൾ ഏറ്റെടുത്തോ. കൃപാവരങ്ങൾ ഏറ്റെടുത്തോ. ആ മനുഷ്യന്റെ മേലെ ഒരു വലിയ പകർച്ച നടക്കുന്നുണ്ട്. Come to the stage. Bring to the stage. ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ പ്രാർത്ഥിച്ചു. പടവാളേന്തി കാലഘട്ടത്തിൽ ആത്മീക യുദ്ധത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ വ്യക്തിപരമായി ഇന്ന് പകലിൽ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദർശനത്തിന്റെ പുത്രിമാർ. ഫിലിപ്പോസിന് 4 പെൺമക്കൾ. പക്ഷെ 4 പേരും പ്രവചിക്കും. 4 പേരും ദർശനങ്ങളെ കാണും. ഒരു ഭയങ്കര അഭിഷേകം മനുഷ്യന്റെ മേൽ വീഴാൻ പോകുന്നു. പെൺമക്കളുണ്ടോ? പ്രവചിച്ചിരിക്കണം. ആൺമക്കളുണ്ടോ? ദർശനങ്ങൾ കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അമ്മേ നീ ഒതുങ്ങിക്കൊടുക്കരുത്. ഇല്ലെങ്കിൽ അപ്പ നീ ഒതുങ്ങിക്കൊടുക്കരുത്. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. എന്റെ തലമുറയെ ഈ ഉണർവിൽ ദൈവമേ നീ മുന്നിൽ നിർത്തണമേ. അഭിഷേകമേ അവരുടെ മേൽ അയക്കണമേ. ജീസസ് അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുന്നു. അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുന്നു. അല്ലയുടെ പേര് അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചോളെ ഇതിനൊക്കെ തീ വീഴുന്നു. തീ വീഴുന്നു. തീ വീഴുന്നു. തീ വീഴുന്നു. തീ വീഴുന്നു. മാറ്റി നിർത്തുന്ന ഒരഭിഷേകം നിന്റെ മേലേക്ക് അടിക്കാൻ പോകുന്നു. സ്വീകരിച്ചോ. അന്ധതയുടെ ബന്ധനമേ
ഭയങ്കര precious anointing. മോളെ പ്രാർത്ഥിക്കും മോളെ. നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങുന്നു. മോളെ പിടിച്ചോ. യേശുവിന്റെ നാമത്തിൽ രക്തം യേശുവിന്റെ ഒരു നദി ഒഴുകുന്നു. യേശുവിന്റെ നാമത്തിൽ Jesus, hallelujah. Oh Jesus, hallelujah. ഈ തലമുറയിൽ നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങാൻ പോവുക. യേശുവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ആ മനുഷ്യന്റെ മേലേക്ക് അഭിഷേകത്തിന്റെ ശക്തി വരുന്നു. ദൈവശക്തി അടിച്ചോണ്ടിരിക്കുന്നു. ഇന്നു മുതൽ നിന്റെ കൈവച്ച രോഗികൾ സൗഖ്യമാണ്. ഭൂതങ്ങൾ പുറത്താണ്. പിടിച്ചോ പിടിച്ചോ. ചെവിതന്റെ ചെവി തുറക്കാൻ, ഊമന്റെ അധര തുറക്കാൻ, മുടന്തനെ നടത്താൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ ഇത് നിന്റെ മേലെ അഭിഷേകം പകരുന്നു. സ്വീകരിച്ചോ. Hallelujah, hallelujah, hallelujah. Jesus, 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 കുടുംബത്തെ മുമ്പിലേക്ക് കൊണ്ടുവന്നേ. നിന്നെ കുടുംബമായി ഉപയോഗിക്കും. നിങ്ങൾക്കൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. നാളുകൾ കൊണ്ട് പറഞ്ഞ ആലോചനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാത്ത കാണുമ്പോ ദുഃഖിച്ചിരുന്നവളെ ഇന്ന് നിന്നോട് കർത്താവ് പറയുന്നു, നിന്റെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാകുന്ന പകലായത്. അഭിഷേകം നിന്നെ കർത്താവ് അനോയിന്റ് ചെയ്യുന്നു. ബ്രദറെ, ഞാൻ കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദം ഇതാ: എനിക്കിവന്റെ കൈകളെ അത്ഭുതം ചെയ്യാൻ വേണം. എനിക്കിവന്റെ നാവിനെ പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും വേണം. അതിനുവേണ്ടി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുക. യേശുവിന്റെ സ്വപ്നമാണി, കർത്താവിന്റെ ഡ്രീമാണി.
യേശുവിന്റെ സ്വപ്നമാ നീ. നിന്നെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് യേശു പറയുന്നു. ഓ, തീ ഇറങ്ങുന്നു. Receive it. Receive it. Receive it. Receive it. Receive it. ഈ തലമുറയിൽ ഇന്നെന്ന് പറയുന്ന ദിവസം വെച്ച് നീ കുറിച്ചു വെച്ചോ. നിന്റെ ചരിത്രം മാറിയ ദിവസമായത്. മറ്റൊരു ഡൈമെൻഷനിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് തിരിച്ചുവിട്ട ദിവസമായത്. നീ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. ഇന്നലത്തെ നിന്നെ ആയിരിക്കത്തില്ല ഇനി ലോകം കാണുന്നത്. ഈ ടെന്റ് വിട്ട് നീ ഇറങ്ങിപ്പോകുമ്പോ നിന്റെ കയ്യിലൊരു ചൂട്, നിന്റെ നാവിലൊരു തീയ എന്ന ക്രമത്തിൽ പരിശുദ്ധാത്മാവ് വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ തലമുറയുടെ വീര്യപ്രവൃത്തികൾ മുഴുവൻ നിങ്ങളുടെ കൈയാൽ നടക്കും. ഓ ജീസസ്, ജീസസ്, ജീസസ്. റോയ് ബ്രദറെ, ഇന്ന് ഇതിനകത്ത് ഇറങ്ങുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൽ പല ശുശ്രൂഷകളുണ്ട്. ഞാൻ കാണുന്ന 2 ദർശനങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇവിടെ ഒരു നദി ഒഴുകുന്നു. ആ നദി ഒഴുകുമ്പോൾ ചിലരവിടെ നിന്ന് പറയുന്നു, ഈ നദി എന്നെ കൊണ്ടുപോകുമോ? എന്നാൽ ചിലതിന്റെ കാല് പറയുന്നു, ചിലത് അതിനെതിരെ നിൽക്കുന്നില്ല. ആ നദി പലതിനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല പലതും സംഭവിക്കും. ഈ സെന്റിനകത്ത് മുഴുവൻ ദൈവസ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വേണ്ടിയവർ ഏറ്റെടുത്തു, വേണ്ടിയവർ ഏറ്റെടുത്തു. ഭയങ്കര ദൈവസ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭയങ്കര ദൈവസ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പകൽ വിസ്മരിക്കാനാവാത്ത പകൽ. ഈ പകലുകൊണ്ട് ഈ ടെന്റിനകത്ത് യോഗങ്ങളുടെ മുഖച്ഛായ മാറാൻ പോവാ. അഭിഷേകം വേണ്ടവരെല്ലാം കസേരയെല്ലാം വിട്ട് ഓടിവാ. ഭയങ്കര പരിപാടി ഇതിനകത്ത് നടക്കാൻ പോവാ. ചങ്ങനാശ്ശേരി കണ്ടിട്ടില്ലാത്ത അഭിഷേകമില്ലാത്ത വേർതിരിച്ചോണ്ടിരിക്കുക. ദൈവം പലതിനെയും അഭിഷേകം ചെയ്തോണ്ടിരിക്കുക. പലതിന്റെ മേലും ദൈവിക അഗ്നി പകർന്നോണ്ടിരിക്കുക. മുമ്പിലേക്ക് ഓടിവാ. കസേരകളെ ഉപേക്ഷിച്ച് മുമ്പിലേക്ക് ഓടിവാ. As members of righteousness, weapons of righteousness, today when I pray, I can see a river is flowing. Amen. Jesus, hallelujah. Hallelujah. In that river, many gifts are flowing. Many are receiving that. Today, Jesus himself anointing you with the holy fire for the end time revival. Get ready for that now. This is the time. This is your day. Ready to receive that. Jesus. Fire! Fire! Fill with your anointing, Jesus. Jesus, hallelujah. അഭിഷേകം ഇവിടെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു. Anointing is coming. Anointing is coming. You may be a doctor, but laying your hand. But when you lay your hand, remember, healing will take place. സൗഖ്യങ്ങൾ വന്നടയും. നീ ഒരു ഡോക്ടറാ, പക്ഷെ നിന്റെ കൈ വെക്കുമ്പോ രോഗികളെ സൗഖ്യമാണ്.
Jesus. Anointing is coming. നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ആ നദിയിലേക്ക് ദൈവം ചിലതിനെ ഇപ്പോഴെടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. വീഴുന്നവർ വീണോട്ടെ, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണ്ട. അഭിഷേകത്തിന്റെ പല തലങ്ങളും ഇന്ന് ഇതിനകത്ത് ഓപ്പൺ ആകും. Anointing. Fire. The fire is moving. 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 Touch. 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 The anointing fire is coming, brother. Anointing fire is coming. 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 Anointing fire. Jesus is anointed. Jesus is anointed. Jesus is anointed. Jesus is anointed. Oh, shit. Power. Power. Anointing fire is coming. 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 Oh, Jesus, precious anointing. Precious anointing is coming. അവളെ പിടിച്ചോണം. ദൈവശക്തി അടിച്ചോണ്ടിരിക്കുന്നു. Jesus is coming. Jesus is coming. Anointing fire 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 is coming. ഏറ്റവും പുറകിൽ നിൽക്കുന്ന യൗവനക്കാരന് വേണ്ടി പോയി പ്രാർത്ഥിച്ച് ടീഷർട്ട്. ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. നിന്റെ ഇന്ദ്രിയങ്ങൾ ഇനി പാപത്തിനല്ല,
നീതിയുടെ അവയവങ്ങളായി കർത്താവ് അഭിഷേകം ചെയ്യും. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാത്ര. നിന്റെ മേൽ ഒരു അഭിഷേകം വരും. നിന്റെ മേൽ വരുന്ന അഭിഷേകം ഈ തലമുറയിൽ Name of Jesus. Name of Jesus. Name of Jesus. 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 ഇന്നു മുതൽ നിന്റെ കാര്യങ്ങൾ മാറി മറിയും. നിന്റെ കാര്യങ്ങൾ മാറി മറിയും. നിന്റെ കാര്യങ്ങൾ മാറി മറിയും. ഇന്നു മുതൽ നിന്റെ കാര്യങ്ങൾ മാറി മറിയും. അതിനുവേണ്ടിയുള്ള ഒരു തീ നിന്റെ മേൽ വീഴാൻ പോകുന്നു. നീ ചിന്തിച്ചതിൽ നിന്ന് ഒത്തിരി അപ്പുറത്താ കർത്താവ്. ഒത്തിരി വലുതായി യേശു. And your precious Holy Spirit, your precious Holy Spirit. Yesunam, 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 ki jai. Yesunam, 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 ki jai. Yesunam, 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 ki jai. Yesunam, 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 ki jai. Yesunam, 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 Yesunam,
നിന്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി ഒരു ഭയങ്കര സർജറി നടക്കുക. ഇത്രയും നാള് നീ ലോകത്തിന് വേണ്ടി ഓടി, ഇന്നു മുതൽ കർത്താവിന് വേണ്ടി നിന്നെ കർത്താവ് ഓടിക്കാൻ പോവുക. യേശുവിന്റെ തീയായിട്ട് ദൈവം നിന്നെ രാജ്യങ്ങളിലേക്ക് ഓടിക്കാൻ പോവുക. യേശുവിന്റെ അഗ്നിയുടെ വാഹകനായിട്ട് ഇന്ന് നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഈ മനുഷ്യൻ ആള് മാറുന്നു. തല വെള്ളം ഒഴിക്കുമ്പോ കാല് വഴി വെള്ളം ഇറങ്ങി പോകുന്ന പോലെ ഇവനെ കെട്ടിയിട്ടിരിക്കുന്ന സകല കെട്ടുകളും അഴിയുന്നു. കടഭാരം അഴിയുന്നു, രോഗങ്ങൾ അഴിയുന്നു, ദുർശീലങ്ങൾ അഴിയുന്നു, നെഞ്ചിനകത്തുനിന്ന് പ്രയാസങ്ങൾ അഴിയുന്നു. വലിയ വിടുതലുകൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആള് മാറുന്നു, ആള് മാറുന്നു, ആള് മാറുന്നു, ആള് മാറുന്നു. ഒരു വലിയ സർജറിയാ. ഒരു കസലിരുത്തിക്കോ, ഒരു കസലിരുത്തിക്കോ. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നീതിയുടെ ആയുധമാക്കണമേ. യേശുവേ പറഞ്ഞത്, യേശുവേ എന്റെ അവയവത്തെ നീതിയുടെ ആയുധമാക്കണമേ. യേശുവേ എന്റെ അവയവത്തെ Grace, you come here. Send your anointing, Lord Jesus. ഇവിടെ നീ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മുമ്പിലേക്ക് വന്നാട്ടെ. Precious anointing. ഒരു ഭയങ്കര anointing സെഷൻ ഇവിടെ നടക്കുക. ഭയങ്കര anointing സെഷൻ. കുഞ്ഞിനെ അഭിഷേകം ചെയ്യണമേ, കുഞ്ഞിനെ അഭിഷേകം ചെയ്യണമേ, കുഞ്ഞിനെ അഭിഷേകം ചെയ്യണമേ. നിറയട്ടെ, 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 നിറയട്ടെ. ജീസസ് ലോർഡ്, ഈ തലമുറയിൽ ഇവൾ ഉപയോഗിക്കപ്പെടട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു അഭിഷേകം ഇപ്പോൾ തന്നെ ഇവളുടെ മേൽ വീഴട്ടെ. Oh, precious Lord, anoint them, Lord. Anoint them, Lord. Anoint them, Lord. Anoint them, Lord, with your precious anointing, Jesus. 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 പ്രാർത്ഥിക്കണോ? Jesus. Fire of the Holy Spirit. Oh, Jesus. Jesus. നിറയട്ടെ, 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 നിറയട്ടെ. ഈ ഓരോ സഹോദരങ്ങളും നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. കർത്താവേ, നീ ഇപ്പോഴും എന്നെ അനോയിന്റ് ചെയ്യണമേ. റോയ് ബ്രദറിന്റെ മേലേക്ക് ഒരു അഭിഷേകം വരുന്നു, അഭിഷേകം വരുന്നു. കൃപാവരങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ഇപ്പോൾ അഭിഷേകം എന്റെ മേൽ. Receive your fire. പിടിച്ചോണം, തലയടിച്ച് വീടൽ പിടിച്ചോണം, പിടിച്ചോ. ദൈവശക്തി അടിച്ചോണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ.
power of Jesus. പരിശുദ്ധാത്മാവേ, നിന്റെ മകനെ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് നന്ദി പിതാവേ നിറയ്ക്കണേ. ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വിസ്മരിക്കാനാവാത്ത ദിവസമായി രാത്രി ജനം മുഴുവൻ, ഈ ടെന്റ് മുഴുവൻ നിറച്ചു വരാം യേശുവിന്റെ നാമത്തിൽ.